ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വന്നാണ് എയും ആനും. ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വന്നാണ് ദ. ആർട്ടിക്കിൾസിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നൗണിന് മുമ്പിലാണ്. അത് നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ മോഡിഫൈ ചെയ്ത നൗൺ സ്പെസിഫിക് ആണോ ജനറൽ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് ആർട്ടിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ ആനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നൗണിന് മുമ്പിൽ ആൻ ഉപയോഗിക്കണമെങ്കിൽ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒരു വവൽ സൗണ്ടിലായിരിക്കണം തുടങ്ങേണ്ടത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വവൽ ലെറ്ററിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ വവൽ സൗണ്ടിനാണ്. നമ്മൾ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത്. എ, ഇ, ഐ, ഒ, യു ഈ 5 ഇംഗ്ലീഷിലെ വവൽസ്. കുറച്ച് വേർഡ്സ് നോക്കിയേ. ആൻ ആപ്പിൾ, ആൻ അമേസിങ് സൗണ്ട്, എ യൂണിവേഴ്സിറ്റി, ആൻ ഓണസ്റ്റ് മാൻ, എ പെൻ, എ സ്റ്റോറി. ഇതെല്ലാം ഓരോ നൗണാണ്. ഈ നൗണിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കി ഓരോ ആർട്ടിക്കിളുണ്ട്. നമ്മൾ ഒരു നൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്ത് നമ്മൾ പറയുന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ടിലാണെങ്കിൽ നമ്മളതിന് എ എന്ന ആർട്ടിക്കിൾ കൊടുക്കും. അല്ലാതെ അതൊരു വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളതിന് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കും. നമ്മൾ നേരത്തെ കണ്ട വേർഡ്സിൽ എ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ശരിക്കും ആനല്ലേ വരേണ്ടതെന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? കാരണം വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആനാണ് വരേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നില്ലേ? അവിടെ ശരിക്കും എ തന്നെയാണ് വരേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടിനാണ്. ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ ലെറ്ററിലാണെന്ന് വിചാരിച്ച് ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ആൻ ചേർക്കരുത്. ആ ലെറ്ററിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് വേണം. അത് വവൽ സൗണ്ട് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്രണ്ടിൽ ആൻ ചേർക്കാൻ പാടുള്ളൂ. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ വേർഡ് യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെന്താ ആൻ ചേർക്കാത്തത്? അപ്പോൾ ഒരു ഡൗട്ട് വരും, ശരിക്കും ഏതിലാണ് ആൻ ചേർക്കേണ്ടത്, ഏതിലാണ് എ ചേർക്കേണ്ടതെന്നുള്ള ഡൗട്ട് വരും. നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ അക്ഷരങ്ങളില്ലേ, അ, ആ, ഇ, ഈ അക്ഷരങ്ങളുടെ സൗണ്ടുകളില്ലേ, ഈ അക്ഷരങ്ങൾ വെച്ച് ആ സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്, ആ വേർഡ്സിനെല്ലാം നമ്മൾ ഫ്രണ്ടിൽ ആനാണ് ചേർക്കുന്നത്. സ്വരാക്ഷരങ്ങളിലെ സൗണ്ട് വരുന്ന എല്ലാ വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആനാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടൊരു വേർഡില്ലേ എ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്നൊരു ലെറ്റർ വെച്ചിട്ടല്ലേ? അത് വവൽ ലെറ്റർ ആയിട്ടും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് എ എന്ന ആർട്ടിക്കിൾ വന്നേ? അവിടെ ശരിക്കും ആനല്ലേ വരേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ യു എന്ന ലെറ്റർ ഒരു കോൺസണൻറ്റ് സൗണ്ടായിട്ടാണ് വരുന്നത്. നമ്മുടെ നേരത്തെ കണ്ട സ്വരാക്ഷരത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ വരുന്നത്.